പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, വിവിധ ഭാഷകളിൽ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് പേര് ഞാൻ മറന്നുപോയത്, അപ്പം വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴേ എന്നെ വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഫിക്ഷനാണ്. ഈ മൂവ്മെന്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ MT വാസുദേവൻ നായർ പ്രിയദർശൻ എന്നൊരു തിരശ്ശീല എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടിറങ്ങുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്ക് സാധിച്ചില്ല. പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതിന് സത്യം പറഞ്ഞാൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയണം. ഈശ്വരൻ കൊണ്ടുതന്നൊരു ചാൻസ് ആയിട്ട് ഞാൻ കാണുന്നത്. എനിവേ, അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സെന്ന് പറഞ്ഞാൽ എന്നോട് നിൽക്കുകയാണ്. 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്ന് ശിലാലേഖനങ്ങൾ, ഒന്ന് ഓളവും തീരും. ഓളവും തീരും എന്നുള്ള സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഓളവും തീരവും എന്നുള്ള ഒരു തിരക്കഥ വായിച്ചിട്ടാണ്. അന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത്. ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവേശ്വരനോട് നന്ദി. സാറിന് ഒരു നല്ല ജന്മദിനം കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തിയും ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരങ്ങളുടെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ MT വാസുദേവൻ നായരുടെ 91ാം പിറന്നാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കും. അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. സിനിമയിൽ വന്ന് ഒരു നടനായി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വരണം. MTയുടെ ഒരു കഥാപാത്രമെങ്കിലും ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനുണ്ടാകും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു, കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് MT സാറിൻ്റെ ഒരു കഥാപാത്രമാവാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല. അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ്. എനിക്ക് അവരോട് കടുത്ത അസൂയയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, മമ്മൂക്കും ലാലിനും കിട്ടിയതുപോലെ MT സാറിൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല. അതങ്ങനെയാണല്ലോ, ഈ അമൂല്യമായതെന്തും നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുകയുള്ളൂ. അത് എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ, സന്തോഷം സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് ഞാൻ അതിന് MT സാറിനോടും സന്തോഷത്തോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. MT സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നു. ദൈവം ആയുസ് കൊടുക്കുന്നിടത്തോളം കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മനോരഥങ്ങളെന്ന് ഈ ആന്തോളജിക്കലിൽ ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല നന്ദി. സർ, ബാല്യകൗമാരങ്ങളെ സമ്പന്നമാക്കി സമൃദ്ധമാക്കിയത് നാലുകെട്ടും കാലും തുടങ്ങിയുള്ളത് ഏറ്റവും മനോഹരമായ കഥകൾ തന്നെയാണ്. സിനിമയിലേക്ക് എത്തിയപ്പോൾ ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്നത് പോലെ MT സാറിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാനുള്ള ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനോടത് ചോദിക്കാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതിനുള്ള യോഗ്യത, അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതിരുന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിലേക്കുള്ള വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. അതിന് കാരണക്കാരൻ
എഴുത്തുകാരനായത് സദയത്തിൻ്റെ നിർമ്മാതാവായ ശിവരാജ് വിജയകുമാറാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചത് ജൂലിയസ് സീസറിൽ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലൊക്കേഷൻ തേടി മൈസൂർ ഭാഗങ്ങളിലൊക്കെ പോകാനുള്ളൊരു ഭാഗ്യവുമുണ്ടായി. എന്നാൽ അത് ഒരു വലിയ പ്രൊജക്റ്റായിട്ടാണ് വിഭാവനം ചെയ്തത്. മലയാളത്തിലെ ഏറ്റവും മുഖ്യ അഭിനേതാക്കളായ ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു മെഗാ പ്രോജക്റ്റായിട്ടാണ് അതിന് കൺസീവ് ചെയ്തത്. പക്ഷേ അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യങ്ങളിൽ അത്ര വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സ്പേസ്, മാർക്കറ്റ് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് MT സാർ തന്നെയാണ് നിർദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ പരിധികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യാമെന്ന്. അങ്ങനെയാണ് സദയത്തിലേക്ക് എത്തുന്നത്. സദയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോഴും സാറ് ലൊക്കേഷനിലേക്ക് വരുന്ന സമയങ്ങളാണ്. എപ്പോഴും ഒന്നും സാർ വരാറില്ല, പക്ഷേ വരുന്ന ചില മണിക്കൂറുകൾ ഞാൻ ഏറ്റവും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, അദ്ദേഹം ഉദ്ദേശിച്ചതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ളൊരു വല്ലാത്ത പേടിയുണ്ടായിരുന്നു. പിന്നീട് ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് മദ്രാസിൽ കാണാനില്ല അദ്ദേഹം എത്തിയപ്പോഴും അതിൻ്റെ ഷോ കഴിയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുന്ന ഒരു കുട്ടിയെപ്പോലെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് പറയാൻ പോവുക, അദ്ദേഹം ഉദ്ദേശിച്ചതൊക്കെയാണോ ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ഭയത്തോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അത് കണ്ടതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഏറ്റെടുത്തു. അതാണ് ശരിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ സിനിമ അദ്ദേഹം ആഗ്രഹിച്ച പോലെ അതൊക്കെ അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി എനിക്കുണ്ട് എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞതും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ളൊരു പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആയുസ്സും ആരോഗ്യവും എല്ലാം സന്ദേശം നൽകട്ടെ. ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും നമ്മളെ ആസ്വദിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. മലയാളത്തിൻ്റെ സുഹൃതമായ MT വാസുദേവൻ നായർ സാറിന് ജന്മദിനാശംസ. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ മലയാളത്തിലെ സാങ്കേതിക പ്രവർത്തകരുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാറിന് ജന്മദിനാശംസകൾ നേരുകയാണ്. MT സാറിൻ്റെ എഴുത്തിനെ കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഇവിടെ സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം ആയിരക്കണക്കിന് പുറങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിമർശകർ, ഗവേഷകർ ഇപ്പോഴും ആ എഴുത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാകൃത്തിൻ്റെ ആർക്കിടൈപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് MT വാസുദേവൻ നായർ എന്നായിരിക്കും. നമ്മളുടെ സാധാരണ ജീവിതത്തെയാണ് അദ്ദേഹം തൻ്റെ രചനയ്ക്ക് വിഷയമാക്കിയത്. ഒറ്റപ്പെടുന്നവരുടെ, ഏകാകികളുടെ, തിരസ്കൃതരുടെ ഒക്കെ ജീവിത പരിസരത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. തനിക്കേറെ പരിചയമുള്ള മനുഷ്യരെയും ഭൂവിഭാഗങ്ങളെയും പറ്റി മാത്രമേ MT എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്കവാറും എഴുത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നീളാനദി കാണും, യമുന, എനിക്ക് തോന്നുന്നു ഗംഗ നദിയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് അവസാന കാലത്ത് വാരണാസിയിലാണ് എന്ന് തോന്നുന്നു. അതുവരെ അദ്ദേഹത്തിന് നിളയുടെ പരിസരങ്ങളും വിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്ത് സഞ്ചരിച്ചിട്ടില്ല. അപൂർവമായി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എല്ലാവരും വാഴ്ത്തുന്ന രണ്ടാം ഊഴം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ
സെക്കൻഡ് ഫിഡിൽ എന്ന് വിളിക്കാവുന്ന, എപ്പോഴും രണ്ടാമതായി പോകുന്ന ആളുകളുടെ ബോധധാരയിലായിരുന്നു എം.ടി. വാസുദേവൻ നായരുടെ ശ്രദ്ധ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഹോമേജാണ് ഈ സരിഗമ ഇപ്പോൾ C5യുമായി ചേർന്ന് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന ഈ 9 സിനിമകളുടെ സമാഹാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംവിധായകർ, അതിൽ വെറ്ററൻ ഡയറക്ടേഴ്സ് മുതൽ രതീഷിനെയും മഹേഷിനെയും പോലുള്ള പുതിയ തലമുറയിലെ ആളുകൾ വരെയുണ്ട്. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ഫഹദ്, ബിജു മേനോൻ തുടങ്ങി ഒട്ടനവധി പ്രധാനപ്പെട്ട നടീനടന്മാർ, അപർണ, പാർവതി എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ 91ാമത്തെ പിറന്നാളിൽ ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നടീനടന്മാരും ഏറ്റവും മികച്ച സംവിധായകരും ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് ഈ സിനിമയുടെ ഒരു ആന്തോളജി അദ്ദേഹത്തിൻ്റെ 91ാം പിറന്നാളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. I wholeheartedly want to express my gratitude to Sarigama for making possible this dream, and the whole industry will be indebted to you forever for making this possible. And I am also expressing my gratitude to C5 to support the project. Thank you so much, Team Sarigama and Team C5. അവസാനമായി പറയാനുള്ളത്, എം.ടി. സാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനെ കുറിച്ച് എഴുതിയ ഒരു വാചകം ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അത് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സാറിനോട് പറയാനുള്ളതാണ്. അത് ബഷീറിനെ കുറിച്ച് അങ്ങ് എഴുതിയതാണ്. എൻ്റെ ഈ മരുപ്പറമ്പിൽ ഇത്തിരി വട്ടത്തിൽ തണലും തണുപ്പും സുഗന്ധവും തന്ന പൂമരം മുളച്ച കാലത്തിൻ്റെ ഉർവരതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എം.ടിക്ക് നന്ദി പറയുന്നു. വ്യക്തിപരമായി ഒരു ചെറിയ സംഗതി കൂടി പറയണം. ഈ വേലയിൽ സാറിൻ്റെ മുമ്പിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ 90കളുടെ ആദ്യം സാഹിത്യ വിമർശനത്തിൽ കൈവച്ച് ലേഖനങ്ങൾ നിരന്തരം ആഴ്ചപ്പതിപ്പുകൾ കഴിക്കുമ്പോൾ മടക്കത്തപാലിൽ തന്നെ അത് കൃത്യമായി കിട്ടിയിരുന്നു. ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. 98-ൽ K.P. അപ്പൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നിരൂപകനെ അതിനിശ്ചിതമായി വിമർശിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനം ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് അത് പ്രസിദ്ധീകരിച്ചു. അന്ന് പത്രാധിപർ ശ്രീ എം.ടി. വാസുദേവൻ നായരായിരുന്നു. എന്നെപ്പോലെ ആയിരക്കണക്കിന് എഴുത്തിലേക്ക് വരാൻ വെല്ലു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വഴികാട്ടിയ ഒരു പത്രാധിപർ കൂടിയായിരുന്നു എം.ടി. എന്നുള്ളത് ഈ അവസരത്തിൽ മറന്നു പോകരുത്. ഒപ്പം നിലപാടുകൾ പറഞ്ഞാൽ ചിറകുകൾ അറിയപ്പെടും എന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് തൻ്റെ പ്രായം മറ്റാരേക്കാളും താൻ ചെറുപ്പമാണ് എന്ന് വിപ്ലവകരമായി ഉറക്കെ പ്രഖ്യാപിക്കുന്ന എം.ടി. വാസുദേവനാരുടെ നിലപാടുകൾക്കും കാലത്തെ ജയിക്കാനുള്ള കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അദ്ദേഹത്തിന് എന്താണ് വാസുവേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് സംശയമുണ്ടാകും പലർക്കും. പക്ഷെ അത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം തരാതെ തന്ന ഒരു അനുവാദമാണ്. മനോരഥൻ ഇതിൻ്റെ ഭാഗമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നു. അതും എനിക്ക് പ്രിയപ്പെട്ട 2 കഥകൾ, അതിൽ എനിക്ക് പ്രിയപ്പെട്ട ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിൻ്റെ മമ്മൂക്ക അഭിനയിക്കുന്നു. നന്ദി എല്ലാവർക്കും ഈ സമയത്ത് പറയുന്നു. മലയാളത്തിൻ്റെ, ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ സാഹിത്യ കുലപതി വാസുവേട്ടന് ജന്മദിന ആശംസകൾ. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും പോലെ ഏതാണ്ട് 55 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി വാസുവേട്ടൻ്റെ കഥകൾ വായിച്ച ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. ഓരോ കഥകളും ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഓരോ പ്രായത്തിലും
ആ കഥയ്ക്ക് പുതിയ പുതിയ മാനങ്ങൾ വരുന്നു. ഇന്നും വാസുവേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുന്നു നിത്യഹരിത നായകനെ പോലെ. ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു ഞാൻ ഭരതേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ. ആദ്യമായി ഭരതേട്ടൻ എൻ്റെ കയ്യിൽ തന്ന തിരക്കഥ ഋഷിശൃംഗൻ എന്ന പേരിലുള്ള വൈശാലിയുടെ തിരക്കഥ. വാസുവേട്ടൻ്റെ കയ്യക്ഷരം കണ്ട് ഞാൻ പൊരുത്തിരിച്ചു. ആ തിരക്കഥ വായിക്കുമ്പോൾ മനസ്സിലൂടെ ഓടിയെത്തിയത് ഞാൻ എന്നും ആരാധിക്കുന്ന വാസുവേട്ടനെ അടിച്ചു. പിൽക്കാലത്ത് വാസുവേട്ടൻ്റെ കൂടെ ആ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ നിമിഷവും ആ സിനിമയുടെ ചിത്രീകരണ സമയത്തൊക്കെ വാസുവേട്ടനെ ഇങ്ങനെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് സമയത്ത് പോലും കൂടെ ഇരുന്ന ഭരതേട്ടൻ പോലും ഒരിക്കൽ ഏതാണ്ട് പതറിയ നിമിഷത്തിൽ വാസുവേട്ടൻ വന്നിറങ്ങി അതിൻ്റെ ഓരോ അംശവും ഒരു പൂർണ്ണ എഡിറ്ററെ പോലെ എഡിറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന വൈശാലി ആ രൂപത്തിലാക്കി. ഞാൻ അത്ഭുതത്തോടെ എന്നും കാണുന്ന വാസുവേട്ടൻ. ഒരു സിനിമ ചെയ്യണം എന്ന് പ്രിയേട്ടൻ പറഞ്ഞതുപോലെ മറ്റ് സംവിധായകർ പറഞ്ഞതുപോലെ ഞാനും ആഗ്രഹിച്ചിരുന്നത് വലിയ സ്വപ്നമായിരുന്നു. ആദ്യം തന്നെ നടന്നാൽ ഞാൻ വാസുവേട്ടനോട് ചോദിച്ചിട്ടുണ്ട് ഇത്തരകഥ തീർച്ചയായും ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ഒരു പക്ഷേ എഴുതിയാടാൻ കൊണ്ട് മറ്റ് സിനിമകളിലേക്കൊക്കെ ഞാൻ പോയി. ഇന്ന് ഈ നിമിഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ നിമിഷമാണ്. എനിക്ക് അശ്വതി ഒരു സ്വാതന്ത്ര്യം തന്നു. ഈ 10 കഥകളിൽ ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തോളൂ. ഞാൻ പറഞ്ഞു എനിക്ക് സ്വർഗം തുറക്കുന്ന സമയം മതി. ഒരിക്കൽ എന്നും കാലത്തെ അതിജീവിക്കുന്ന ഒരു കഥയാണ്. ഒരു കഥാകാരൻ്റെ കഥ ജീവിതത്തിൽ എല്ലാ കാലത്തും അർത്ഥവത്താവുമ്പോഴാണ് അത് മഹത്തരമാകുന്നത്, ലോകോത്തരമാകുന്നത്. ഒരിക്കൽ ആൾക്കൂട്ടത്തിൽ തന്നെ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ അന്ന് ഏറ്റവും റിലവൻ്റായ ടോപ്പിക്കായിരുന്നു. ഇന്ന് സ്വർഗം തുറക്കുന്ന സമയം വീണ്ടും റിലവൻ്റായ ടോപ്പിക്കായി മാറുന്നു. ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി നെടുമുടി വേണു വരുമ്പോൾ നിയോഗം, നിമിത്തം എന്ന വാക്കുകളൊക്കെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ ശൈലിയിൽ കിടക്കുമ്പോൾ, ജീവിതത്തിൻ്റെ അവസാന രംഗം അഭിനയിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സ് ദൈവം ഇതൊരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വർഗം തുറക്കുന്ന സമയമാവരുത്. പക്ഷേ ഒരുപക്ഷെ വേണിച്ചേട്ടനും അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അതിന് ചിത്രീകരണ വേളയിൽ മുഴുവൻ ഞാനും മിക്കവാറും അടുത്തിരുന്ന കാര്യങ്ങൾ ഒഴിഞ്ഞു കൊടുക്കും. പിന്നീട് ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ആശുപത്രിയിലായി. അവിടെ തൻ്റെ സഹധർമ്മിണിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈയിടെ ഒരു സിനിമ അഭിനയിച്ചു വാസുവേട്ടൻ്റെ. അതിൽ ഇതുപോലൊരു രംഗമുണ്ട്, ഞാനിപ്പോൾ കിടക്കുന്നത് പോലൊരു രംഗം. മക്കളെ വിളിച്ച് അടുത്തിരുത്തി. അന്ന് വേണോട്ടം പറഞ്ഞ വാക്കുകൾ ചേച്ചി പറയുമ്പോൾ ശരിക്കും ദുഃഖം തോന്നും. ഏതാണ്ട് നിയോഗം പോലെ വേണോട്ടം നമ്മളെ വിട്ടു പോകുമ്പോൾ സ്വർഗം തുറക്കുന്ന സമയം നമ്മൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നു. എൻ്റെ മനസ്സിലെ, എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാസുവേട്ടൻ്റെ ഒരു തിരക്കഥ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം. നിയോഗങ്ങളും നിമിത്തങ്ങളും കൂടി ചേരുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരൻ നമ്മളോടൊപ്പം ഈ നിമിഷം ജന്മദിനം കൊണ്ടാടുമ്പോൾ ഇത് തന്നെയാണ് അർത്ഥവത്തായ മുഹൂർത്തം. നന്ദി, നമസ്കാരം. അദ്ദേഹത്തിൻ്റെ എഴുത്ത് പുസ്തകങ്ങളിലൂടെ, പ്രത്യേകിച്ച് തിരക്കഥകൾ, DC പബ്ലിഷ് ചെയ്ത തിരക്കഥകളിലൂടെ വായിച്ചാണ് തിരക്കഥ എന്താണെന്ന് നമ്മളെല്ലാം പഠിക്കുന്നു. ഞാൻ എന്നെപ്പോലൊരു ചലച്ചിത്രത്തെ പഠിക്കുന്നു. അതിനകത്ത് ആ തിരക്കഥ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആമുഖമുണ്ട്. അതിനകത്ത് ആ കഥ വന്ന വഴിയെക്കുറിച്ച്, അതിൽ പലതും ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയാണ് കഥകൾ അദ്ദേഹം കണ്ടെത്തുന്നുള്ള ഒരു പാഠമാണ്. ആ ടെക്സ്റ്റ് ബുക്കാണ് ഇന്നും എന്നെപ്പോലുള്ള ചലച്ചിത്രകാരൻ, ഇന്നത്തെ ജനറേഷനുള്ള ഒരു പക്ഷേ സിനിമാ വിദ്യാർത്ഥികളെന്ന് വിളിക്കാവുന്ന സംവിധായകർ കടമെടുത്തിരിക്കുന്നു. എനിക്ക് എന്തുകൊണ്ട് ജയരാജ് സാർ പറഞ്ഞത്, ജയരാജ് സാറിന് കിട്ടിയ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്നിലേക്ക് ഷെർലക്ക് വരികയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഷെർലക്ക് ചെയ്യാൻ സാറ് തിരഞ്ഞെടുത്തതെന്ന് എനിക്കിന്നും അറിയില്ല. സാറുമായി ചെലവഴിച്ച സമയങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് ഇടപെടാൻ പറ്റിയ ആ നിമിഷങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് അധികം കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതും ഇന്ത്യക്ക് പുറത്ത്
അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥ അത് സംവിധാനം ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അതിന് പ്രത്യേകമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ ചില സംഭവങ്ങളിൽ വളരെ നർമ്മം വളരെ സ്വസ്ഥമായ അദ്ദേഹത്തിന് നർമ്മം കലർന്ന ഭാഷയിൽ എന്നോട് അതിൻ്റെ എന്താ പറയുന്നത് അതിന് ആ കഥ വന്ന വഴിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി സർ. താങ്ക് യു സോ മച്ച്. ന്യൂസ് വാല്യൂവിനും അശ്വതിക്കും ന്യൂസ് വാല്യൂയുടെ എല്ലാ ബന്ധപ്പെട്ട എല്ലാ നിർമ്മാതാക്കൾക്കും സരിഗമയ്ക്കും സി5നും നന്ദി. താങ്ക് യു. വ്യക്തിത്വമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ബഹുമാനായ വാസുവേട്ടൻ, പ്രിയപ്പെട്ട MD. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു. നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ലോക സാഹിത്യത്തിന് മലയാളം നൽകിയിട്ടുള്ള സംഭാവനയാണ് MD എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിസ്തുലമാണ്. എഴുത്തിലും അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ്. നിരന്തരം നവീകരിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. എപ്പോഴൊക്കെ കാണുമോ അപ്പോഴൊക്കെ പുസ്തകത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന MD വായനയിൽ അതിനേക്കാളേറെ ചെറുപ്പമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ 9 തിരക്കഥകൾ മലയാളത്തിൻ്റെ മഹാന്മാരായ സംവിധായകരാൽ 9 മഹാന്മാരായ നടന്മാരാൽ അടിമാരാൽ നമ്മുടെ മുൻപിലേക്ക് ആന്തോളജിയായി എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. അതിന് നേതൃത്വം നൽകിയ അശ്വതിയെയും ടീമിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് MD സാറിൻ്റെ പിറന്നാൾ ആശംസകൾ. എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു MD സാറിൻ്റെ ഒരു സിനിമയുടെ ഭാഗമാണെന്നുള്ളത്. നടക്കില്ലെന്ന് അറിയില്ലായിരുന്നു. എന്തോ ഭാഗ്യം പോലെ പ്രിയൻ സാറിനോട് സംഭവിച്ചു. ഒരു സ്വപ്നം പോലെയായിരുന്നു അത്. ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് ലെജൻസിനെ കാണാൻ കഴിയും. അവരോടൊരു വേദി പങ്കിടാൻ കഴിയും. തീർച്ചയായിട്ടും ലെജൻസിനോട് നിൽക്കും. ഒരുപാട് ഭാഗ്യം, സന്തോഷം. ഗോഡ് ബ്ലെസ്. നമസ്കാരം MD സർ. പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. MD സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥങ്ങൾ. ഇതിനു മുൻപും ഒരു മുഴുനീള ഫീച്ചർ ഫിലിമിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ 2000-ന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനടന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം, ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ കുടുംബക്കാർ. ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. MD സാറിന് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് എന്ന സിനിമ ചെയ്തിരിക്കുന്നത്. കോയിൻസിഡൻ്റ്ലി എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ്. സോ ഇപ്പോൾ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാറ്റായിട്ട് വന്നിരിക്കുന്നത്. അതിൽ അഭിനയിക്കാൻ സാധിച്ചു. സോ ഒന്നല്ല, 2 സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഡബിൾ കൺഗ്രാറ്റുലേഷൻസ് ടു അവർ ബിലവഡ് ഇന്ദ്രജിത്ത്. താങ്ക് യു. സാറിനോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. 1-2 പ്രാവശ്യം ഞാൻ സാറിന്റെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സാറിനോട് അടുപ്പമുള്ളവരെല്ലാവരും, അത് അശ്വതിയാണെങ്കിലും സുധീറാണെങ്കിലും എല്ലാവരും പറയുന്നൊരു കാര്യം, ഇന്ദ്രനെ വലിയ കാര്യമാണ്, ഇന്ദ്രനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം സാർ. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഈ ഒരു അവസരത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു, പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ സർ. എല്ലാവർക്കും നമസ്കാരം. ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ MD സർ. ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി MD സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ്. അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. അതിനുശേഷം നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. അശ്വതി മാം, സാറിന്റെ മകൾ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. മധുബാലയാണ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ഒരു
ഒരുപാട് സന്തോഷം. എങ്ങനെയാണ് ഒരു കഥ ഉണ്ടാകുന്നത് എന്ന് നിരവധി പേരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ആ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അപ്പം അതിൽ അദ്ദേഹം പറയുന്ന ഒരു ചെറുപ്പത്തിലുള്ളൊരു കാലത്തെ വർണ്ണിക്കുന്നുണ്ട്. കുടുക്കില്ലാത്ത ട്രൗസറിൽ വാഴനാട് കുടുക്കി നിർത്തി ഓടുന്ന ഒരു കാലം, അങ്ങനെയുള്ളൊരു പയ്യൻ, അദ്ദേഹം തന്നെയാണ് ആ കുട്ടിക്കാലം. ഏതാണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലത്ത് തന്നെയാണ് ഞാനൊക്കെ എം ടി സാറിനെ അറിയാനും സിനിമകളിലൂടെ കാണാനും ഒക്കെ തുടങ്ങിയത്. അന്നുള്ള ഒരു തീവ്രമായൊരു ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ ഉരുവിടുക. അപ്പോൾ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞാണെങ്കിൽ ലാലേട്ടൻ പറഞ്ഞാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ വന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്നതിൽ സംഭാഷണങ്ങളുടെ പ്രത്യേകത അറിയാം. അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സംഭാഷണം മെയ് 11, അതായത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ ഒരു സംഭാഷണമാണ്. നിധികുംഭങ്ങൾ വാരിയെടുക്കാൻ കടൽ കടന്നു ചെന്ന രാജകുമാരൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ ദിവസം. മീനച്ചൂട് നിലാവാണെന്നും അമ്പലച്ചിറ ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്നും മനസ്സിലാക്കിയ ആദ്യത്തെ ദിവസം. ഇപ്പം സുകുമാരൻ സാറിൻ്റെ രാജൻ എന്ന കഥാപാത്രം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ കൽപ്പണിക്കാരനായിട്ട് തൊഴിലെടുത്ത ആദ്യത്തെ ദിവസം അദ്ദേഹം എഴുതുന്നൊരു ഡയറി കുറിപ്പാണ്, ദുബായിലെ രാജൻ. അങ്ങനെ നിരവധി സംഭാഷണങ്ങൾ. അപ്പം അതൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പം വളരെ തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നെങ്കിലും ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായിട്ടൊരു തിരശ്ശീലയും വെള്ളിത്തിരയും വരണം. പക്ഷെ തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു ദിവസം അത് വരും. അത്തരം അനുഭവങ്ങൾ ധാരാളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ഒരു ദിവസം പ്രിയൻ സാറിൻ്റെ ഒരു കോളായിരുന്നു രാത്രി. ഹരീഷ്, ഞാനിങ്ങനെ ഒളവും തീരവും ചെയ്യുന്നു, എൻ്റെ കുഞ്ഞാലിയുടെ മുഖം നിൻ്റേതാണ്, വരണം. അപ്പോൾ കുറേ നേരത്തെ എനിക്ക് മുണ്ടാട്ട പൊട്ടിപ്പോയി. കാരണം അത്രയും ആഗ്രഹിച്ചൊരു സാധനം നമ്മളെ ലഭ്യം വരികയല്ലോ. പിന്നെ നേരെ ആ കഥാപാത്രം അന്ന് ചെയ്ത ജോസ് പ്രകാശ് സാറിൻ്റെ മകനെ കണ്ട് അദ്ദേഹത്തെയും കൂട്ടി ആ കല്ലറയിൽ പോയി ഒരു മൗനാനുവാദം വാങ്ങി. അതിനുശേഷം എം ടി സാറിൻ്റെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങി. അങ്ങനെയാണത് തുടങ്ങിയത്. ഏതായാലും ഞങ്ങളുടെ ഓളവും തീരത്തിനും മാത്രമല്ല, മനോരഥകളിലെ മുഴുവൻ സിനിമയിലെയും അണിയറ പ്രവർത്തകർക്കും നടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേർന്നുകൊണ്ട് എം ടി സാറിന് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എം ടി സാറിന് പിറന്നാൾ ആശംസ. എല്ലാവർക്കും നമസ്കാരം. എം ടി സാറിൻ്റെ പിറന്നാളിൽ ഓളവും തീരവും എന്ന സിനിമയുടെ സമയത്തും അദ്ദേഹത്തോടൊപ്പം പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 9 സിനിമകളിൽ 2 അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയ നടി കൂടിയാണ് ഞാൻ. അതിന് പ്രിയൻ സാറിൻ്റെ അടുത്തും ജയരാജ് സാറിൻ്റെ അടുത്തുള്ള നന്ദിയും സ്നേഹവും ചേച്ചി സുധീരേട്ടൻ എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ 2 സിനിമയും കണ്ടിട്ടില്ല. പക്ഷെ പ്രിയൻ സാറ് അന്ന് വിളിച്ചിട്ട് ഫിലോമിന ചേച്ചി ചെയ്ത റോള് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള ഇതേ നെഞ്ചിരിപ്പോട് കൂടിയിട്ടാണ് ആ സിനിമ ചെയ്തു തീർത്തത്. അതൊക്കെ കാണാനുള്ള ആകാംക്ഷയിലാണ് ഞാനും. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഓഗസ്റ്റ് 15-ാം തീയതി വരുന്നു. സന്തോഷം. അവസരം തന്ന എല്ലാവർക്കും നന്ദി. എം ടി സാറിന് സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. വിഷ് യു ഗുഡ് ഹെൽത്ത്, ഹാപ്പിനെസ് ഓൾവേസ്. ഞാൻ മഹേഷിനടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്നിവിടെ കേട്ട മലയാളം ഞാൻ അതിന് മാച്ച് ചെയ്യാൻ നോക്കിയ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആൻഡ് ആസ് കമ്മ്യൂണിക്കേറ്റീവ് ആസ് പോസിബിൾ. വളരെയധികം അഭിമാനമുണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, പഞ്ചാഗ്നി. ഡയറക്ടർ ഹരിഹരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് getting the opportunity to work with someone as talented as Mahesh Narayanan and to work with Fahad Fazil. ചെറുപ്പത്തിലെ കണ്ട പരിചയമാണ് എനിക്ക് ഫഹദ്.
So it was extremely very heartwarming experience. Mahesh ഞാൻ എപ്പോഴും സെറ്റ് വിളിച്ചുകൊണ്ടിരുന്നത് സകലകല വല്ലഭനാണ്, because he was part of the DOP and the editing and the direction. But വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റാണ്. Fahad is playing the lead, and most importantly that the other lead is a Pooja. Pooja ആണ് ഇത് പടത്തിൻ്റെ ടൈറ്റിൽ തന്നെ, Sherlock. And but thank you once again, and once again a huge thanks to MT sir for having all of us on this platform. To have so many talented actors കൂടി ഇങ്ങനെ നമുക്ക് നിന്ന് it's almost like making a history, and I'm very, very honored to be a part of it. Thank you very much.